നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മുണ്ടിനീര് ബാധിച്ചവരുടെ എണ്ണം 70,000 കടന്നു. കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ MMR വാക്സിൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. മുണ്ടിനീര് വ്യാപകമാകുന്ന സാഹചര്യം ഗൗരവത്തോടെ കാണണമെന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും മുണ്ടിനീര് ബാധിതർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മീസിൽസും റൂബെല്ലയും പ്രതിരോധിക്കുവാനുള്ള MR വാക്സിൻ ഇപ്പോൾ കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്നുമുണ്ട്. ഇനി അടുത്ത അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കൂടുതൽ കടുപ്പിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. നിലവിൽ സസ്പെൻഷൻ കാലാവധി തികച്ചാൽ ലൈസൻസ് തിരികെ കിട്ടുമായിരുന്നു. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ചിൽ 5 ദിവസ പരിശീലനത്തിന് ഹാജരാകണം. 5,000 രൂപയാണ് പരിശീലന ഫീസ്. സമയപരിധി തികച്ചാലും IDTRൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലേ RTOയുടെ ജോയിന്റ് RTOയോ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഇനി അടുത്ത അറിയിപ്പ് പങ്കുവെക്കുന്നത്, രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈടില്ലാതെ നൽകുന്ന വായ്പയുടെ പരിധി റിസർവ് ബാങ്ക് 1.60 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഉൽപാദക ചിലവിലെ ഗണ്യമായ വർധനവ് കണക്കിലെടുത്ത് ജനുവരി 1 മുതൽ പുതിയ വായ്പകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയിലെ 86% ചെറുകിട നാമമാത്ര കർഷകർക്ക് പദ്ധതിയുടെ ഈ ഒരു പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കാർഷികാനുബന്ധ മേഖലകൾക്ക് നൽകുന്ന വായ്പകളിലെ ഈട് നിബന്ധന ഒഴിവാക്കണമെന്നും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു. 2 ഏക്കർ മുതൽ 1000 ഏക്കർ വരെ ഭൂമി സ്വന്തമായോ പാട്ട വ്യവസ്ഥയിലോ കൈവശമുള്ള 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു കാർഷിക വായ്പയ്ക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആദ്യം 1,60,000 രൂപയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ 2 ലക്ഷം രൂപയാണ് ഈ ഒരു KCC അഥവാ ഈ ഒരു കാർഷിക വായ്പ ലഭിക്കുക. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ദിവസമായ ഡിസംബർ 31-ന് ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് ഈ ഒരു അവധി ബാധകമായിരിക്കുകയില്ല. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം നടക്കുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.